കൂത്തുപറമ്പ് വെടിവെപ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ജന്മനാടായ കണ്ണൂർ ചുക്ലിയിൽ നാളെയാണ് സംസ്കാരം. വെടിയേറ്റതിനെ തുടർന്ന് കഴുത്തിന് താഴേക്ക് തളർന്ന് കഴിഞ്ഞ 3 പതിറ്റാണ്ടായി കിടപ്പിലായിരുന്നു. പോരാട്ടത്തിന്റെ ഓർമ്മകൾ ബാക്കിയാക്കി പുഷ്പൻ എന്ന സമര ഇതിഹാസം വിട പറഞ്ഞു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ജൂലൈ 31-നാണ് പുഷ്പനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് 3:30-യോടെയാണ് പുഷ്പന്റെ അന്ത്യം. മൃതദേഹം നാളെ രാവിലെ 8 മണിയോടെ വിലാപയാത്രയായി കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി ടൗൺ ഹാളിലും പിന്നീട് ജന്മനാടായ ചൊക്ലിയിലും പൊതുദർശനം. വൈകിട്ട് വീട്ടുപരിസരത്താണ് സംസ്കാര ചടങ്ങുകൾ. പുഷ്പന്റെ വിയോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അനുശോചിച്ചു. പുഷ്പന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പുഷ്പന്റെ നിര്യാണം യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ ഹൃദയത്തിൽ പുഷ്പൻ എന്നും നിലനിൽക്കും എന്നുള്ളതാണ്. ആ ഓർമ്മ, ആ ജ്വലിക്കുന്ന ഓർമ്മക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കർഷക തൊഴിലാളിയായിരുന്ന കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും 6 മക്കളിൽ 5-മനാണ് പുഷ്പൻ. വെടിയേറ്റ ശേഷം കിടപ്പിലായിരുന്ന പുഷ്പന് തണലായി ഒപ്പമുണ്ടായിരുന്നത് നാട്ടിലെ CPIM DYFI പ്രവർത്തകരും കുടുംബവുമായിരുന്നു. DYFI നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. CPIM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. 24 കോഴിക്കോട്. ഇപ്പോൾ കോഴിക്കോട് DYFI യൂത്ത് സെന്ററിൽ പുഷ്പന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. അഭിജിത്ത്, ഇനിയും നാളെയാണല്ലോ കണ്ണൂരിലേക്കുള്ള യാത്ര, അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ. ഉന്മേഷ്, നിലവിൽ ഇവിടെ പൊതുദർശനം തുടരുകയാണ്. കോഴിക്കോട് DYFI യൂത്ത് സെന്ററിലാണ് പൊതുദർശനത്തിനുള്ള അവസരം. ഇവിടേക്ക് നിരവധി പാർട്ടി പ്രവർത്തകർ ഒഴുകിയെത്തുന്നുണ്ട് പുഷ്പനെ അവസാനമായി ഒരു നോക്കു കാണാൻ. ഇതിൽ പലരും പുഷ്പനെ ആദ്യമായി കാണുന്നവർ കൂടിയാണ്. പക്ഷേ അവരുടെ മനസ്സിലെ ഇതിഹാസ കഥാപാത്രമായിരുന്നു പുഷ്പൻ. അവർ പാടി നടന്ന പാട്ടിലെ നായകനായിരുന്നു പുഷ്പൻ. പക്ഷേ ഇനി പുഷ്പൻ ജീവനോടെ ഇല്ല എന്ന യാഥാർത്ഥ്യം അത് അവർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഉച്ചയ്ക്ക് 3:30 പുഷ്പൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുഷ്പൻ ചികിത്സയിലായിരുന്നു. ഇതിനു മുൻപ് തലശ്ശേരി സഹകരണ ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം ബേബിയിലേക്ക് മാറ്റി. പിന്നീട് ഇവിടെ ചില സമയത്ത് അദ്ദേഹത്തിന് ഭേദപ്പെട്ട നിലയിലേക്ക് മാറിയിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. നേരത്തെ തന്നെ വലിയ രീതിയിൽ ഈ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പുഷ്പൻ ആ രീതിയിലുള്ളൊരു വ്യക്തിത്വമായിരുന്നു. അവർക്കൊരു മാതൃകയായിരുന്നു. പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ മാതൃകയായിരുന്നു പുഷ്പൻ. 30 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1994-ലാണ് സസ്രേ കോളേജ് സമരവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടാകുന്നത്. മന്ത്രി MV രാഘവന് നേരെ നടന്ന പ്രതിഷേധത്തിൽ പോലീസ് ഈ പ്രതിഷേധക്കാർക്കു നേരെ നിറയൊഴിക്കുകയായിരുന്നു. 5 പേർ രക്തസാക്ഷികളായി. ഗുരുതരമായി പരിക്കേറ്റ പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറി. അന്ന് തൊട്ടിങ്ങോട്ട് വളരെ വലിയ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ പ്രതീകമായി പുഷ്പൻ മാറുകയായിരുന്നു. ഉന്മേഷ് ചോദിച്ചതുപോലെ തന്നെ രാവിലെ 8 മണിക്കാണ് കോഴിക്കോട് നിന്ന് വിലാപയാത്ര ആരംഭിക്കുക. നിരവധിയിടങ്ങളിൽ അന്തിമോപചാരം, അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പ്രവർത്തകർക്ക് അവസരമുണ്ടാകും. അതിനുശേഷം തലശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം. അത് ഏതാണ്ട് 1.5 മണിക്കൂറോളം നേരം അവിടെ പൊതുദർശനമുണ്ടാകും. തുടർന്ന് പുഷ്പൻ്റെ നാടായ ചൊക്ലിയിലാണ് പൊതുദർശനം. അവിടെ ചൊക്ലിയിലെ രാമവിലാസം സ്കൂളിൽ പൊതുദർശനം നടക്കും. പിന്നാലെ പുഷ്പൻ്റെ മേനപ്രത്തെ വീട്ടിലേക്ക് എത്തിക്കും. അവിടെയാണ് 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുക. പുഷ്പൻ്റെ തന്നെ വീട്ടുപറമ്പിലാണ് സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും വലിയൊരു വിയോഗമാണ്, വലിയൊരു വേർപാടാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്.
നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ മനസ്സിൽ ഒരു ഇതിഹാസ കഥാപാത്രമായിരുന്ന പുഷ്പൻ. പലപ്പോഴും പട്ടുകളിൽ പുഷ്പനെ അറിയാമോ എന്ന വിപ്ലവഗാനം കേൾക്കാത്തൊരു മലയാളി പോലുമില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ മാതൃകയായിരുന്ന, നേർസാക്ഷ്യമായിരുന്ന, അടയാളമായിരുന്ന പുഷ്പനാണ് വിടവാങ്ങിയിട്ടുള്ളത്. പുഷ്പനെ ഒരു നോക്ക് കാണുന്നതിനായി ഈ സമയത്തും നിരവധി പേർ ഒഴുകിയെത്തുന്നുണ്ട്. 7 മണിക്ക് ആരംഭിച്ച പൊതുദർശനമാണ്. ഇപ്പോഴും പ്രവർത്തകർ എത്തുന്നുണ്ട്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നുണ്ട്, പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണുന്നുണ്ട്. നാളെ രാവിലെ 8 മണി വരെ ഇവിടെ പൊതുദർശനത്തിനുള്ള അവസരമുണ്ട്. ഏതായാലും നാളെ 8 മണിക്ക് വിലാപയാത്ര, അതിനുശേഷം തലശ്ശേരിയിലും ഒപ്പം പുഷ്പൻ്റെ നാടായ ചൊക്ലിയിലും പൊതുദർശനം, തുടർന്ന് 5 മണിയോടുകൂടി സംസ്കാരം. ഇങ്ങനെയാണ് നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പൊതുദർശനത്തിലും തുടർന്ന് സംസ്കാര ചടങ്ങുകളിലും ഭാഗമാകുമെന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ അറിയുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ പൊതുദർശനം പുരോഗമിക്കുകയാണ്. ഉന്മേഷ്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പുഷ്പന്റെ മൃതദേഹം ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കോഴിക്കോട് യൂത്ത് സെന്ററിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. 8:15 എലത്തൂർ, 8:30 പൂക്കാട്, 8:45 കൊയിലാണ്ടി. അങ്ങനെ വിലാപയാത്ര കടന്നുപോകുന്ന സമയം കൂടി ഇപ്പോൾ അറിയുന്നുണ്ട്. അങ്ങനെ 10 മണിക്ക് മാഹിയിലെത്തും. 10:30 തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം. 12 മണി മുതൽ 4:30 വരെ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. 5 മണിക്ക് മേനപ്പുറം പുതുക്കുടി വീട്ടിലായിരിക്കും ശവസംസ്കാരം എന്നുകൂടി ഇപ്പോൾ ഡിവൈഎഫ്ഐ തന്നെ അറിയിക്കുന്നുണ്ട്.